അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുൽഹിജ്ജ മാസത്തിലെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മൾക്ക് മുമ്പിൽ കടന്നു പോകുന്നത്. ഓരോ ദിവസവും പ്രത്യേകതകൾ ഒരുപാടുണ്ട്. 1 മുതൽ 10 വരെ നമ്മൾക്ക് തക്ബീറുണ്ട്. അതേത് തക്ബീറാണ്? ഉളുഹിയത്തിന് പറ്റുന്ന ആട്, മാട്, ഒട്ടകത്തിലെ ഏതെങ്കിലും ഒന്നിനെ കാണുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ ദിവസങ്ങളെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത് എന്താണ്? ആദ്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ ദിവസങ്ങളിലുള്ള ഇബാദത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ദുൽഹിജ്ജ 10 ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള ഇബാദത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസിൽ കാണാം. അപ്പോൾ 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. 9ൻ്റെ നോമ്പ് അറഫയുടെ മൊക്കതായ സുന്നത്തായ നോമ്പാണ്. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ഒരു ദിവസം മുമ്പ് യൗമുത് തർവിയ, ദുൽഹിജ്ജ 8ൻ്റെ ദിവസവും നോമ്പ് മൊക്കതായ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 9 വരെ നോമ്പൊടിക്കാൻ കഴിവുള്ളവർ അത് ചെയ്യുന്നു. അപ്പോൾ 4ഓളം ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാൻ കഴിയണം. ദുൽഹിജ്ജ 10 ദിവസങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവനിക്ക് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളിൽ നിന്ന് വന്നതായ ഒരു വിഷയമാണ്. ദുൽഹിജ്ജ 10 ദിവസങ്ങളെ ഒരാൾ ബഹുമാനിച്ചാൽ അവർക്ക് 10 മഹത്വങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. അതിലെ ഒരു മഹത്വം അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്നുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ പോയ ഒരു സംഭവമാണ് ബറക്കത്ത് എന്നുള്ളത്. അൽ ബറക്കത്തു ഫി ഉംരിഹി, അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമെന്നാണ്. രണ്ടാമത് പറഞ്ഞത് വസിയാദത്തു ഫി മാലിഹി, അവൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാകുമെന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞത് വൽ ഹിഫ്ദു ലിയാലിഹി, അവൻ്റെ ആശ്രിതരായ അവൻ്റെ ചെലവിൽ കഴിയുന്നവർക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകുമെന്നാണ്. നാലാമതായി പറഞ്ഞത് അവൻ്റെ ദോഷങ്ങളെ പൊറുപ്പിക്കുമെന്നാണ്. അഞ്ചാമത് പറഞ്ഞത് അവൻ്റെ നന്മകൾക്ക് ഇരട്ടി കൂലി നൽകപ്പെടുമെന്നുള്ളതാണ്. ആറാമതായി പറഞ്ഞത് സക്കറാത്തുൽ മൗത്ത്, അവൻ്റെ മരണവേദന എളുപ്പമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമതായി പറഞ്ഞത് എന്താണ്? അവൻ്റെ ഇരുട്ടുകളെല്ലാം പ്രകാശമാകുമെന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിലെ ഇരുട്ടുകൾ, അതുപോലെ തന്നെ അവൻ്റെ ഖബറിലെ ഇരുട്ടുകൾ, ആ ഇരുട്ടുകൾക്കെല്ലാം പ്രകാശം ലഭിക്കുമെന്നുള്ളതാണ്. എട്ടാമതായി പറഞ്ഞത് തസ്ഖീലു ലി മീസാനിഹി, അവൻ്റെ മീസാന് തുലാസ് അത് ഘനം കൂടുമെന്നുള്ളതാണ്. മീസാന് നന്മകൾ ഘനം തൂങ്ങുമെന്നുള്ളതാണ്. ഒമ്പതാമത്തെ പറഞ്ഞത് വന്നജാത്തു, അവന് രക്ഷ കിട്ടുമെന്നുള്ള, നരകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിൽ നിന്നും അവനിക്ക് രക്ഷ കിട്ടുമെന്നുള്ളതാണ്. അത് പത്താമതായി പറഞ്ഞത് വസ്ഉദു അലാ ദറജാത്തിഹി, അവൻ്റെ സ്വർഗത്തിലെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. അവനിക്ക് വലിയ സ്ഥാനം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിൽ നിന്ന് നമ്മൾക്ക് മുമ്പിൽ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തക്ബീർ കൊണ്ട് ധന്യമാക്കുന്ന ദിവസങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൻ്റെ സുബ്ഹി നിസ്കാരം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിൻ്റെ അവസാനം അസറിൻ്റെ ശേഷം വരെ എല്ലാ നിസ്കാരത്തിൻ്റെ ഉടനെ എന്ന് പറഞ്ഞ സലാം വീട്ടിയ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് നാം അറിയണം. ഒറ്റക്ക് നിസ്കരിക്കുന്നതായാലും ജമാഅത്തായി നിസ്കരിക്കുന്നതായാലും ആ തക്ബീർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സുന്നത്തുകൾ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ രാവ് മഗ്‌രിബിൻ്റെ ശേഷം മുതൽ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് വരെ നിരന്തരമായി അന്ന് രാത്രിയും രാവിലെയും തക്ബീർ കൊണ്ട് ധന്യമാക്കണം. തക്ബീർ എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സന്തോഷഘട്ടമാണ്. അത് ധാരാളം നാം മനസ്സിലാക്കിക്കൊണ്ട്
നാം ഈ ദിവസങ്ങളിൽ നന്മകൾ ധാരാളം ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൊണ്ടുവരുന്ന നന്മകൾ മുടക്കാതെ ഈ ദിനങ്ങളിലുള്ള ദിക്ർ, പ്രത്യേകമായ ദിക്റുകളും ദുആകളും അധികരിപ്പിക്കണം. അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരവുള്ള ദിവസമായി മഹാന്മാർ എണ്ണിയ 5 നാളുകളിൽ ഒന്നാണ് അറഫയുടെ നാൾ. അത് ദുആക്ക് ഉത്തരമുള്ള ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയുള്ള നല്ല ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കാണണം, ലക്ഷ്യം കാണണം. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.